So we have discussed about the continuous portion of the pour plate technique. If the material to be tested in an aqueous liquid, a known volume is simply placed in the base of the petri dish. So a known volume, that culture media, അതായത് നമ്മൾ ഡൈലൂഷൻ ചെയ്തിട്ടുള്ള ആ കൾച്ചർ മീഡിയ, അതായത് ഇത്ര എമൗണ്ട് നമ്മൾ ആദ്യം പെട്രി ഡിഷിലേക്ക് പോർ ചെയ്യും. ദെൻ 10 to 25 ml ഓഫ് മോൾട്ടൺ കൾച്ചർ മീഡിയം, അതായത് അതായത് നല്ല ചൂടുള്ളതല്ല, 45 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് കൊടുത്തിട്ടുള്ള ഏതെങ്കിലും അഗാർ, ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ട്രിപ്റ്റോൺ സോയ അഗാർ ഓർ എനി പ്ലേറ്റ് കൗണ്ട് അഗാർ, and is poured on it, and quickly we are mixing by placing it on a platform by gently swirling. Then the plate is placed on one side for the agar to set. എന്നിട്ട് നമ്മൾ ഒരു സൈഡിൽ തുറന്ന് കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കും. If the sample solid ആയി കഴിഞ്ഞാൽ, that is soluble in water, that solid would normally dissolve. But if it is insoluble, if it were insoluble, then a suspension would be used. The problem in the last case would be to ensure that suspension remain uniformly dispersed during pipetting and any dilution steps. അതായത് ആദ്യം തന്നെ നമ്മൾ ഡൈലുവൻ്റ്, അതായത് ഓർഗാനിസം ഉള്ള ഡൈലുവൻ്റ് പ്ലേറ്റിൽ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ 45 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് കൊടുക്കുന്ന അഗാർ മീഡിയം നമ്മൾ അതിൽ പോർ ചെയ്യും. ഇത് നമ്മൾ ജെന്റ്ലി മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് നമ്മളത് കംപ്ലീറ്റ് സ്പ്രെഡായി നമ്മൾ ഉറപ്പ് വരുത്തണം. അങ്ങനെ ശരിക്കും ജെന്റിലി, അതായത് ഒരു സർഫസിൽ വെച്ചുകൊണ്ട് ഈ പ്ലേറ്റ് ജസ്റ്റ് ജെന്റിലി ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാ ഓർഗാനിസത്തിൻ്റെ ആ ഡൈലുവൻ്റ് എല്ലായിടത്തും സ്പ്രെഡ് ആവും. അപ്പോൾ നമുക്ക് ഉറപ്പ് വരുത്താം ഇറ്റ് ഹാസ് ബീൻ യൂണിഫോംലി ഡിസോൾവ്. അപ്പോൾ അങ്ങനെ ചെയ്യാത്ത പക്ഷാണ് ദ സസ്പെൻഷൻ റിമെയിൻ യൂണിഫോംലി, എന്താ പറയുക, ഈ കട്ട പിടിച്ച് ചില സമയത്ത് ചില സ്ഥലത്തൊക്കെ കട്ട പിടിച്ച പോലെയൊക്കെ കാണും. അത് വെച്ചാൽ കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് നമ്മൾ മിക്സിങ് കറക്റ്റ് ആവാതെ ഇരിക്കുമ്പോഴാണ് ഈ പ്രോബ്ലം വരിക. അപ്പോൾ നമ്മൾ എപ്പോഴും മിക്സിങ് കറക്റ്റ് ആക്കണം, എന്നാൽ മാത്രമേ ഈ കട്ട പിടിക്കുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റുള്ളൂ മീഡിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. Because the sample is dispersed through the medium before the gel sets, the colonies that grow are similarly dispersed throughout the agar. Consequently, the colonies are usually of different sizes. Because there is a less oxygen available in the gel than at its surface, and most organisms are either strict aerobes or facultative anaerobes, which will grow best where the oxygen concentration is highest. അപ്പോൾ ഈ മിക്സിങ് എന്തിനാന്ന് വെച്ചാൽ ചിലപ്പോൾ എയറോബ്സും അതേപോലെ തന്നെ ഫാക്കൾട്ടേറ്റീവ് എയറോബ്സ് ഒക്കെ ഉണ്ടാവും, ഫാക്കൾട്ടേറ്റീവ് അനേറോബ്സ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഗ്രോ ചെയ്യാൻ ഓക്സിജൻ കോൺസെൻട്രേഷൻ ഹയർ ഉള്ള മീഡിയാണ്. അപ്പം അതുകൊണ്ടാണ് നന്നായി മിക്സ് ചെയ്യണമെന്ന് പറയുന്നത് മീഡിയ ഫോർ അഗാർ ആഡ് ചെയ്തതിന് ശേഷം. പ്രൊസീജിയർ ഫോർ പോർ പ്ലേറ്റ് ടെക്നിക്. ഇനി ഇതിൻ്റെ ഇപ്പോൾ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിന്റെ കറക്റ്റ് പ്രൊസീജിയർ എങ്ങനെയൊക്കെ വരുന്നത് നോക്കാം. ലേബൽ അറൌണ്ട് ദ എഡ്ജ് ഓഫ് ദ ബോട്ടം, നോട്ട് ഓൺ ദ ലിഡ് ബട്ട് ഓൺ ദ എഡ്ജ് ഓഫ് എ സ്റ്റെറൈൽ ബട്ട് എംപ്റ്റി പെട്രി ഡിഷ്. അതായത് മീഡിയ ഒഴിക്കാത്തതാണ് പെട്രി ഡിഷ്. ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേര് പെട്രി പ്ലേറ്റ്. സോ യു ഷുഡ് ലേബൽ അറ്റ് ദ ബോട്ടം ഓഫ് ദ പെട്രി ഡിഷ് with at least your name or any date or type of the growth medium, type of the organism to be added to the melted agar medium. ഇതൊക്കെ നമ്മൾ ലേബൽ ചെയ്യണം. ഇൻക്ലൂഡ് ദ ഡൈലൂഷൻ ഫാക്ടർ. അപ്പോൾ ഏത് ഫാക്ടറാണ് ആ പ്ലേറ്റിലേക്ക് ഒഴിക്കുന്നത് വെച്ചാൽ അത് എഴുതണം. 1:10 ഡൈലൂഷനിലുള്ളതാണ് ഒഴിക്കുന്നതെങ്കിൽ പ്ലേറ്റിന്റെ പുറത്തത് എഴുതണം. ഇൻക്ലൂഡ് ദ ഡൈലൂഷൻ ഫാക്ടർ ഇഫ് പ്ലേറ്റിംഗ് സീരിയൽ ഡൈലൂഷൻസ് ഓർ എ സീരീസ് ഓഫ് റിപ്പീറ്റഡ് ഡൈലൂഷൻസ്. അപ്പോൾ ഓരോ ഡൈലൂഷൻ്റെ അതത് പ്ലേറ്റുകളിൽ എഴുതണം. Which results in systematic reduction in the concentration of cells in the sample. Preparing the serial dilution is necessary if the number of cells in the sample exceeds the capacity of the agar plate, in which statistically significant range. അപ്പോൾ ഇതിനൊരു റേഞ്ച് ഉണ്ട് ഓർഗാനിസത്തിൻ്റെ, 30 to 300 CFU, colony forming units, CFU. If there are more than 300 CFU on a plate, then the colony would be crowded and overlapping. അപ്പോൾ
330 to 300 CFU ഉണ്ടെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ ഈസി ആവും. ഇതിൽ കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ക്രൗഡഡ് കോളനീസ് ആയിരിക്കും. അതേപോലെ ഒന്നിന് മുകളിൽ ഒന്ന് നന്നായിട്ട് ഓവർലാപ്പ് ചെയ്യും. അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് റീഡിങ് എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ സീരിയൽ ഡയലൂഷൻ ചെയ്യണത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഓർഗാനിസത്തിന്റെ എണ്ണം കുറഞ്ഞ് നമുക്ക് ഇൻഡിവിജ്വൽ കോളനി കാണാൻ സാധിക്കുന്നത്. Obtain a tube containing 18 ml of melted agar medium. Agar medium should be dispensed onto the test tubes and pre-sterilized in an autoclave. On the same day, it is needed for an experiment. The agar should be melted into a steamer for 30 minutes and then transferred to 55 degrees Celsius water bath, and only as much agar as is needed for the experiment should be melted, as it cannot be reused. 10 minutes before pouring plates, the tubes of melted agar should be transformed from the 55 degrees Celsius water bath to a heat block on a laboratory bench. That temperature കൂടാൻ പാടില്ല, കുറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഓർഗാനിസം ചത്തുപോകും. Once the agar reaches this temperature, it is now ready to pour. If the agar is too hot, then the bacterium in the sample may be killed. If the agar is too cool, നല്ല കൂളാണെങ്കിലോ medium may be lumpy, അതായത് കട്ട പിടിക്കും. Once solidified. So obtain your sample, which should be either a broth culture or a suspension of cells produced by mixing cells from the colony into a buffer or saline. So അതും തന്നെ we are taking the suspension of colonies produced by mixing the cells into a buffer or saline. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഡയലൂഷൻ ഇതിലേക്ക് ഒഴിക്കുക. The samples may be derived from a dilution series of a single sample. First of all, the sample volume to be plated. It should be between 0.1 to 1 ml. അപ്പോൾ നമ്മൾ പ്ലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യണ സാമ്പിൾ വോളിയം എത്ര ആയിരിക്കണം? 0.1-ൻ്റെയും 1-ൻ്റെ ഇടയിലുള്ള വോളിയം ആയിരിക്കണം പ്ലേറ്റിലേക്ക് നമ്മൾ ഒഴിക്കുമ്പോൾ ട്യൂബിൽ നിന്ന്. Open the lid of the empty petri dish and dispense your sample in the middle of the plate. Then close the lid. And this all should be performed in aseptic technique. Use either a serological pipette or micropipette to transfer your sample to the plate. Control the flow of the sample so it does not splash out of the plate. Remove the cap from the tube. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം so it does not splash out of the plate. Okay. അതിനുശേഷം നമ്മൾ ഒഴിക്കേണ്ട മെൽറ്റഡ് അഗാർ ഉണ്ട്. റിമൂവ് ദ ക്യാപ് ഫ്രം ദ ട്യൂബ് ഓഫ് ദ മെൽറ്റഡ് അഗാർ. പാസ് ദ റിം ഓഫ് ദ ഓപ്പൺ ട്യൂബ് ടു ദ ഫ്ലെയിം ഓഫ് ദ ബൺസൺ. അപ്പൊ അതിന്റെ മൗത്ത് ഭാഗം നമ്മളൊന്ന് ബൺസൺ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കണം. ദെൻ ഓപ്പൺ ദ ലിഡ് ഓഫ് ദ പെട്രി ഡിഷ്. എന്നിട്ട് നമ്മൾ പെട്രി ഡിഷ് ഓപ്പൺ ചെയ്ത് containing the sample and pour the agar into that sample carefully. Close the lid. Mix the sample with the agar by gently swirling the plate. Allow the agar to thoroughly solidify before inverting the plate for incubation. അപ്പോൾ ഇൻക്യുബേഷൻ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇൻവേർട്ടഡ് പൊസിഷനിൽ വേണം വെക്കാൻ. ഒഴിച്ച് സെറ്റ് ആക്കിയതിന് ശേഷം തല തിരിച്ച് ഇൻവേർട്ടഡ് പൊസിഷനിലായിരിക്കണം അത് ഇൻക്യുബേറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. Now what are the significance of pour plate technique? This technique is used to perform viable plate count. ഓർഗാനിസം, അതായത് ഓർഗാനിസം വയബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വയബിൾ പ്ലേറ്റ് കൗണ്ട് നടത്താൻ ദിസ് ടെക്നിക് ഈസ് പെർഫോം ഇൻ വിച്ച് ടോട്ടൽ നമ്പർ ഓഫ് CFUs ഓർ കോളനി ഫോമിംഗ് യൂണിറ്റ് വിത്തിൻ ദ അഗാർ ആൻഡ് ഓൺ ദ സർഫസ് ഓഫ് ദ അഗാർ ഓൺ എ സിംഗിൾ പ്ലേറ്റ് ക്യാൻ ബി ന്യൂമറിക്. അപ്പോൾ ഒരു പ്ലേറ്റിന്റെ ഉള്ളിലും പുറത്തുള്ള ഇത്ര CFU യൂണിറ്റ്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് കൗണ്ട് ചെയ്തിട്ട് അതിന്റെ വയബിൾ കൗണ്ട് പ്ലേറ്റ് കൗണ്ട് എടുക്കാൻ സാധിക്കും. ദ വയബിൾ പ്ലേറ്റ് കൗണ്ട് പ്രൊവൈഡ് സയന്റിസ്റ്റ് a standardized means to generate what growth curve and also to calculate the concentration of cells in the tube. എത്ര സെൽസ് ട്യൂബിൽ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും from which the sample was plated, and also to investigate the effect of various environments or growth conditions on bacterial cell survival or growth rate. Now next is advantages of pour plate technique. ഇനി എന്തെല്ലാം അഡ്വാൻറ്റേജസ് വരും നോക്കാം. It is easy to undertake and also will detect low concentrations than surface spread method.
സോ ഈസി ആണ് ചെയ്യാൻ. ലോ കോൺസെൻട്രേഷൻസ്, ദെൻ സർഫസ് സ്പ്രെഡ് മെത്തേഡ്. അതായത് സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡിലാവുമ്പോൾ ഓർഗാനിസം ലോ കോൺസെൻട്രേഷനിൽ കിട്ടണമെന്നില്ല. ബട്ട് യൂസിങ് ദിസ് മെത്തേഡ് lower concentration can be obtained because of the larger sample volume, and also it requires no pre-drying of the agar surface. അപ്പോൾ agar surface ഡ്രൈ ആവണമെന്നില്ല, കാരണം ഓൾറെഡി മോൾട്ടൺ ആയിട്ട് ടെമ്പറേച്ചർ കുറച്ച് അഗാറാണല്ലോ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് the most common method for determining the total viable count is pour plate method. The pour plate method can be used to determine number of microbes per ml in a specimen, and also it has advantage of not requiring previously prepared plates, and is also used to assay bacterial contamination of foodstuffs. So bacterial contamination of foodstuffs determine ചെയ്യാൻ ഈ pour plate technique യൂസ് ചെയ്യും നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ. Now next is disadvantages of pour plate technique. Apart from this advantage, there are some disadvantages also. The use of relatively hot agar. If we are using hot agar, it carry the risk of killing some sensitive contaminants. So it may result in giving a low result. Small colonies may be overlooked. We should be checking for several times to look small colonies. In case of solid sample dissolving in water, some species may suffer a degree of viability loss if diluted quickly in cold water. Consequently, isotonic buffer or peptone water are used as solvents or diluents. Colonies of different species within the agar appear similar, so it is difficult to detect contaminants. So it is very difficult to detect the contaminants and the organisms which are of significance. The reduced growth rate of obligate aerobes in the depth of the agar. So inside portion of the agar, there will be more anaerobes. So that is may result in reduced growth rate of obligate aerobes. Then preparation of the pour plate method, it is time consuming because using of the plate, serial dilutions. Comparing to streak plate method and spread plate technique, this method is more time consuming. So these are all about pour plate technique. Okay, I hope you understood the video. Thank you all.